पवित्र आत्मा मुझे ऐसे अगुवाई दिया, ദൈവാത്മാവ് ഇപ്രകാരം 7 बार हालेलुया शुद्ध किया सोना जैसे परमेश्वर का वचन, 7 വട്ടം ശുദ്ധീകരിച്ചതുപോലെയാണ് ദൈവവചനം. इसलिए बिफोर गिविंग द मैसेज आई हैव टू हालेलुया मैसेज को कम से कम 7 बार पढ़ के 7 बार स्टडी करके उसको एकदम परफेक्ट बना के वचन देना जरूरी. അതുകൊണ്ട് വചനം കൊടുക്കുന്നതിന് മുമ്പായിട്ട് 7 വട്ടമെങ്കിലും കുറഞ്ഞത് വായിച്ച് അത് പഠിച്ചതിന് ശേഷം മാത്രം വചനം കൊടുക്കണം. So I am studying the scripture again and again. അതുകൊണ്ട് ഈ സംഗീതം വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ज्यादा जब स्टडी किया, ഞാൻ അധികം പഠിച്ചപ്പോൾ मेरा पहले का मैसेज से बहुत एक अलग मैसेज इस दिनों में प्रकाश में इस वचन से मुझे बात कर रहा है. എന്റെ കഴിഞ്ഞ മെസ്സേജുകളിൽ നിന്ന് വ്യത്യസ്തമായ ചില സന്ദേശങ്ങൾ ദൈവം തരുവാൻ कोई തുടങ്ങി. एक मीटिंग में मैं जरूर इस मैसेज को मैं शेयर करें. ഞാൻ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ നിന്ന് ഉറപ്പായിട്ടും आज സംസാരിക്കുന്നതായിരിക്കും. उस भाग में मैं नहीं जाना चाहता. ഇന്ന് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. इसमें प्रत्येक रूप में एक बात बताया, सिर्फ उस बात को बोल के मैं बंद करेगा. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ 81 का 5 में ऐसे लिखा है. 81:5 ഇപ്രകാരം പറയുന്നു. मलयालम में जब पढ़ेगा तो മലയാളത്തിൽ വായിക്കുമ്പോൾ അത് ജോസഫിനെ ഒരു സാക്ഷ്യമായി നിയമിച്ചു. वो यूसुफ के लिए एक गवाही बना. ഗവാഹി എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. गवाही का वर्ड मलयालम में इस्तेमाल किया गया പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. गवाही का शब्द मलयालम അപ്പോൾ में ആ വാക്യം എങ്ങനെയാണ് വായിക്കേണ്ടത്? ജോസഫിനെ അല്ലെങ്കിൽ ഇസ്രായേലിന് ഒരു ടെസ്റ്റ് മണിയായി മാറി. वो यूसुफ के लिए एक गवाही बन गया. വിശദീകരിക്കേണ്ട വാക്യമാണ്, एक्सप्लेन करने का वचन है. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു അർത്ഥം നിങ്ങളോട് പറയാം. लेकिन जो मैं समझा वो क्या മുകളിലത്തെ വാക്യങ്ങളിൽ പറയുന്നു, ऊपर के पदों में लिखा है അമാവാസിയിലും പൗർണമിവാസിയിലും ദൈവത്തിന് കാഹളം ഊതുവി. अमावस्या में और पूर्णवासी में परमेश्वर के नरसिंह फूको. അമാവാസിയിലും പൗർണമിവാസിയിലും കാഹളം ഊതുവി. अमावस्या में और पूर्णिमा में भी नरसिंह फूको. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ വചനം എടുത്ത് ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. ये वचन को लेकर मैं पहले इस प्रकार से संदेश देता था. അമാവാസി കർത്തവാവ. अमावस्या जो है वो കർത്തവാവ് എന്ന് പറഞ്ഞാൽ ഇരുണ്ട രാത്രി, अंधेरा रात्रि है. പൂർണ്ണവിവാസി നല്ല നിലാവുള്ള രാത്രി. पूर्णवासी में पूरा प्रकाश वाला रात्रि है. ഇരുളിലും വെളിച്ചത്തിലും ഒരുപോലെ ദൈവത്തിന് കാഹളം ഊതുന്നു. जीवन के अंधेरे की अवस्था में प्रकाश की अवस्था में एक जैसा परमेश्वर का नरसिंह. സാഹചര്യം എന്താണെങ്കിലും കർത്താവിനെ സ്തുതിക്കണം. हमारी अवस्था कैसे भी क्यों ना हो, हमें परमेश्वर की महिमा देना है. ജോസഫിന് ഒരു ചട്ടമായിരുന്നു. ये जोसेफ का एक कल्पना थी. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. आशीषित एक वचन है. കഴിഞ്ഞ ദിവസങ്ങൾ ആ വചനങ്ങൾ പിന്നെയും പഠിച്ചപ്പോൾ, लेकिन पिछले जब वचन को वापस मनन किया, പല കമന്ററി വെച്ച് പഠിച്ചപ്പോൾ कहीं कमेंट्रीज ഒരു കാര്യം എനിക്ക് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തന്നു. तो एक बात मुझे पवित्र आत्मा ने समझा कर दिया. ആ വചനത്തിലുണ്ട്. उससे बढ़कर भी कुछ मीनिंग उस वचन में है. ചെയ്യുന്നത് यहाँ पर जो कहा गया है പെസഹ പെരുന്നാളിനെ കുറിച്ച്, फसह की पर्व के बारे में है. പെസഹ പെരുന്നാളിനെ, फसह की पर्व के बारे में. പെസഹ പെരുന്നാൾ നടന്ന അല്ലെങ്കിൽ പെസഹ എന്താണെന്ന് നമുക്കറിയാം, അതൊരു ഓർമ്മയാണ്. फसह पर्व क्या है वो हम जानते हैं. वो एक याद के लिए करते हैं. എന്തിന്റെ ഓർമ്മയാണ്? किसकी याद है? മിസ്രൈമിലൂടെ സംഹാരകൻ കടന്നുപോയതിന്റെ ഓർമ്മ. मिस्रैम से उन्होंने पार किया, उसका एक याद है. മിസ്രൈമിന് എതിരായിട്ട് കർത്താവ് ഇറങ്ങി ചലിച്ചതിന്റെ ഓർമ്മ. मिस्र के विरुद्ध में परमेश्वर ने उठकर वहां पर काम किया. അതുകൊണ്ടാണ് ഈ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. इसके लिए उस वचन में ऐसा लिखा है. അവൻ മിസ്രൈമിനെ എതിരായി പുറപ്പെട്ടപ്പോൾ, वो जब मिस्र के विरुद्ध में उठ चला. മലയാളത്തിൽ മനസ്സിലാകത്തില്ല, मलयालम में नहीं ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് इंग्लिश में इस प्रकार से लिखा है when he went against Egypt എന്ന്. जब वो मिस्र के विरुद्ध में चला. ആരാണ് ഈജിപ്തിനെതിരെ പോയത്? कौन मिस्र के विरुद्ध में गया? ദൈവം മിസ്രൈമിന്റെ മുകളിൽ കൂടെ അവനെതിരായി ഒന്ന് ചലിച്ചു. परमेश्वर मिस्र के विरुद्ध में उसके ऊपर से जब चला, അന്ന് ചലിച്ച ആ രാത്രി जिस दिन वो चला उस നിന്റെ रात കയ്യിൽ നിന്ന് കൊട്ട വിട്ടൊഴിഞ്ഞു. उसके हाथ से बंधने टूट നിന്റെ गए. കെട്ട് അഴിഞ്ഞു മാറി. उसकी सारी बंधने खुल നിന്റെ गए. വിടുതലിന്റെ രാത്രിയായി മാറി. हमारे रात का छुटकारे ഈ का रात बन നൂറ്റാണ്ടിലും गया. ദേശത്തിന്മേൽ പരിശുദ്ധാത്മാവ് ഒന്ന് ചലിച്ചാൽ, इस युग में भी जब ഹല്ലേലൂയ, पवित्र आत्मा हमारे शहर ദേശത്തിന്മേൽ के ऊपर, ദൈവം ഒന്ന് ചലിച്ചാൽ, हमारे देश के ऊपर परमेश्वर जब ഇവിടെയും चलने കൊട്ട लगेगी, വിട്ടൊഴിയുമെന്ന്, यहाँ की बंधनें ഇവിടെയും भी കൈകൾ खुलेगी, കെട്ടുവിട്ടൊഴിയുമെന്ന്, यहाँ पे हाथों की बंधनें खुलेगी. സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തോടെ ജനം ആഘോഷിക്കുമെന്ന്. स्वतंत्रता की आनंद के साथ जो है लोग आनंद मनाने लगेंगे. हालेलुया. അതിന്റെ ഓർമ്മയാണ് उसका याद के लिए പെസഹ പെരുന്നാൾ. फसह का पर्व അന്ന് मनाया രാത്രി जाता है. ദൈവം ചലിച്ചതിന്റെ ഓർമ്മ, उस दिन रात को परमेश्वर ने चला, उसके याद സംഹാരകൻ കടന്നുപോയതിന്റെ ഓർമ്മ, उसका शत्रु को वहां से पार किया, उसका याद के लिए. കട്ടളക്കാലിലും കുറുമ്പടിയിലും രക്തം പുരണ്ട നിന്റെ വീടിനെ അവോയ്ഡ് ചെയ്തതിന്റെ ഓർമ്മ, घर के हर एक जगहों पर परमेश्वर का लहू को छिड़का गया था, उसका याद के लिए. അതിന്റെ മാത്രം ഓർമ്മയല്ല, केवल उसका ही നിന്റെ याद नहीं, വീടുതലിന്റെ നിന്റെ പുറപ്പാടിന്റെ ഓർമ്മ. तुम्हारे छुटकारे का, तुम्हारे एक निर्गमन का याद. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, पवित्र आत्मा ने मुझसे कहा അതാണ് സാക്ഷ്യം. वो है गवाही. ടെസ്റ്റിമോണി എന്ന് പറഞ്ഞാൽ എന്താ?
गवाही का मतलब क्या है? ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ എന്താ? गवाही का मतलब क्या ദൈവം है? നിന്റെ ജീവിതത്തിൽ ചലിച്ചതിന്റെ ഓർമ്മയാ ടെസ്റ്റിമണി. परमेश्वर ने आपके जीवन में जो चला था, जो काम किए थे, उसका Hallelujah. याद है गवाही. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രിയപ്പെട്ട ആന്റിയുടെ ടെസ്റ്റിമണി കേട്ടു, ബിനോബ്രദറിന്റെ മമ്മിയുടെ ടെസ്റ്റിമണി കേട്ടു. पिछले दिन हमने विनोद ब्रदर की मम्मी की गवाही सुना. എന്തൊരു അത്ഭുതകരമായ ടെസ്റ്റിമണിയാ. क्या अद्भुत गवाही है. ഞാൻ പറഞ്ഞു, സാന്റി പറഞ്ഞു നമുക്ക് ചാനലിൽ വരണം, ആന്റിയോട് പറഞ്ഞു. साइंसिस्ट ने कहा कि आजादी चैनल में उन्हें लेकर ഞാൻ आना കഴിഞ്ഞ है. ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. मैंने पिछले दिन में प्रार्थना कर रहा था ഞങ്ങളുടെ ചർച്ചിനെ ഒരു ടെസ്റ്റിമണി മേക്കിംഗ് Amen. ഫാക്ടറി ആക്കി മാറ്റണമെന്ന്. कि परमेश्वर हमारी कलीसिया को टेस्टमनी मेकिंग फैक्ट्री നമ്മുടെ बना दे. ചർച്ചിന്റെ അകത്ത് നിന്ന് നമുക്ക് ടെസ്റ്റിമണി ഉണ്ടാക്കണം. അല്ലയോ? हमारी कलीसिया के अंदर से गवाही उठने पाए. ഹല്ലേലൂയ. हालेलुया. പ്രാർത്ഥിക്കാൻ നമുക്ക്. നമ്മുടെ ചർച്ചിന്റെ അകത്ത് തന്നെ ഒത്തിരി ടെസ്റ്റിമണികൾ കിടപ്പുണ്ട്. हम प्रार्थना करें कि हमारी कलीसिया के अंदर ही बहुत सारी എന്തുകൊണ്ടാണ് ടെസ്റ്റിമണികൾ ഉണ്ടായത്? क्यों गवाही बना? ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ മൂവ് ചെയ്തുകൊണ്ടാ. परमेश्वर की महिमा आपके जीवन में चली थी, അപ്പോൾ इसलिए ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ എന്താ? गवाही का मतलब क्या ടെസ്റ്റിമണി है? നിന്റെ ഇരുണ്ട രാത്രിയിൽ वो आपके अंधकार की रातों സംഹാരകൻ में നിന്നെ തൊടാതെ शत्रु तुझे नहीं छूने ദൈവത്തിന്റെ देते हुए മഹത്വം നിന്റെ മേൽ വെളിപ്പെട്ടതാ ടെസ്റ്റിമണി. परमेश्वर की महिमा तेरे जीवन में प्रकट हुआ, वो है टेस्टिमनी. ഓരോ ദൈവമക്കളുടെ ജീവിതം ഒരു ടെസ്റ്റിമണിയാ. हर एक परमेश्वर के बच्चों का जीवन एक गवाही है. കാരണം നാം ജീവനുള്ള ദൈവത്തെ क्योंकि ആരാധിക്കുന്നത്. हम जीवित परमेश्वर की आराधना करते हैं. ദൈവത്തെ വിളിക്കുന്നവൻ, जो परमेश्वर को पुकारते ആരാധിക്കുന്നവൻ, हैं, जो परमेश्वर की आराधना करते വിശ്വസ്തയോട് हैं, നിൽക്കുന്നവൻ. जो विश्वासियों के साथ അടുത്ത रुकता വാക്യങ്ങളിൽ है. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, अगले आयतों में भजन संगीत वाले ने कहा, വിശ്വസ്തയോട് നിന്നാൽ यदि तू विश्वास योग्य बनकर മേൽത്തരമായ रहे, ഗോതമ്പ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി तो വരുത്തുമായിരുന്നു. तुझे उत्तम गेहूं से तृप्ति करता. വിശ്വസ്തയോട് നിന്നാൽ यदि विश्वास योग्य बनकर പാറയിലെ रहता, തേൻ കൊണ്ട് നിന്നെ തൃപ്തി വരുത്തുമായിരുന്നു. चट्टान की मधु से तुझे तृप्ति करता. പരീക്ഷിക്കപ്പെടുമ്പോൾ जब हमारे जीवन में परीक्षा आती മത്സരിക്കാതെ है, तो बदला न लेते हुए, അമാവാസിയിലും പൗർണമിവാസിയിലും ഒരുപോലെ കാഹളമൂതിയാൽ अमावस्या में पूर्णमास में भी एक समान നിന്റെ नरसिंगा ജീവിതത്തിൽ फूकेंगे ടെസ്റ്റിമണി तो വെളിപ്പെടാൻ പോകുകയാ. आपके जीवन में गवाही प्रकट എത്ര പേർ ഈ होगा. വചനത്തിൽ വിശ്വസിക്കുന്നു? कितने लोग इस वचन पर കരങ്ങളെ विश्वास करते ശക്തമായി हैं? അടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजाकर उसकी स्तुति करें. ഹല്ലേലൂയ. हालेलुया.